പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂടിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. കടകമ്പോൾ നടത്തുന്നവരെ ഓർത്ത് ഞാൻ വേദനിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കട പൊട്ടിപ്പോകാൻ പോണവരുണ്ട്, കടം കയറി മുടിഞ്ഞവരുണ്ട്, ജപ്തി നടപടി നേരിടുന്നവരുണ്ട്, മക്കളെ ഓർത്ത് വേദനിക്കുന്നവരുണ്ട്, മക്കൾ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടു പോയവരുണ്ട്, മക്കൾ പല കാര്യം വിളിച്ചു പറഞ്ഞിട്ട് മാതാപിതാക്കന്മാർക്ക് സഹായിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുള്ളവരുണ്ട്. എന്ത് ചെയ്യുന്നറിയാൻ പാടില്ല, നട്ടം ചെയ്യുന്നവരുണ്ട്, കേസകപ്പെട്ടവരുണ്ട്, പിരിഞ്ഞു താമസിക്കുന്നവരുണ്ട്, ഐക്യപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവ്, അവരെല്ലാം എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയായി ഞാൻ ആശീർവദിക്കുന്നു. കർത്താവെ, മക്കളില്ലാത്തവരുടെ സങ്കടം നീ കാണുന്ന കർത്താവെ, പിരിഞ്ഞു താമസിക്കുന്നവരുടെ, ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുടെയും കർത്താവെ, പലരെയും വിളിച്ചുകൊണ്ട് പോകേണ്ടി വരും. കർത്താവെ, അവരെ വിളിച്ചുകൊണ്ട് പോകാൻ ഇടയാക്കണേ. അവർ ജീവിത പങ്കാളി, അവരെ നിരാകരിച്ച ജീവിത പങ്കാളികൾക്ക് മനസ്സാന്തരം ഉണ്ടായി അവരെ ഒന്ന് വിളിച്ചുകൊണ്ട് പോകാനോ ഫോൺ വിളിച്ചിക്കാനോ കർത്താവെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഒന്നും അസാധ്യമില്ലാത്തവനെ, അങ്ങനെ ഒരു നിമിഷത്തെ അഭിഷേകം കിട്ടിയാൽ അങ്ങയുടെ മക്കളെല്ലാം ഐക്യപ്പെട്ട് സ്നേഹപ്പെട്ടുള്ള ഈശോയെ, ഏതെല്ലാം മേഖലകളിലാണ് നിങ്ങൾ വിഷമിക്കുന്നത്, ഏതെല്ലാം വ്യക്തികളെ ഓർത്താണ് നിങ്ങൾ സങ്കടപ്പെടുന്നത്, ഏതെല്ലാം വിഷയം ഓർത്താണ് നിങ്ങൾ സംഭ്രമിക്കപ്പെടുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുന്ന അളിച്ചത് കർത്താവ് ഈ കുരിശിൻ്റെ ശക്തിയാൽ, എൻ്റെ പൗരോഹിത്യത്തെ 40 വർഷത്തെ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ യോഗ്യതയാൽ, സർവോപരി കൃപാസ്ഥാനത്താരെ ജീവനുടെ പ്രത്യക്ഷയുടെ മാതാവിൻ്റെ മധ്യസ്ഥ നടന്ന ലക്ഷക്കണക്കിന് പ്രാർത്ഥനകളുടെ ശക്തിയാൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ ഈശോ തലങ്ങും വിലങ്ങും ആശീർവദിക്കട്ടെ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന്
പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓർക്കണില്ല. എന്നാലും കേൾക്കാത്തവരുണ്ടാവും. ഒരു മരിയൻ ഡിവോഷൻ അല്ലെങ്കിൽ മരിയൻ ഡിവോട്ടി, മാതാവിൻ്റെ വത്സല ഭക്തൻ അങ്ങനെ ഭക്ത, ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അത് വിജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അമ്മ നമ്മളെ കൊണ്ടത് ചെയ്യിക്കും. ഞാൻ എന്താ പറയണമെന്നറിയാമോ? ഇനി അമ്പലപ്പുഴ പള്ളിയിൽ പണ്ട് വികാരിയായിരുന്ന കാര്യം ഇടയ്ക്ക് നിങ്ങളോട് പറയാറുണ്ട്. അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരനുഭവം എന്ന് പറയുന്നത്, അവിടെ നമ്മളെ അമ്പലപ്പുഴ നമ്മൾക്ക് വീട്ടുകാരൊക്കെ കുറവാണ്. അപ്പം അതുകൊണ്ട് പാവത്തുങ്ങൾക്കെല്ലാം വീട് വെച്ച് കൊടുക്കുന്നൊരു പ്രോജക്റ്റ് ഈ പീറ്റർ പിതാവിൻ്റെ കാലത്ത് ചെയ്തതാണ്. ഒരു 2 ഏക്കർ സ്ഥലം അവിടെ വാങ്ങിച്ച് അവിടെ 42 വീടുകൾ ചെയ്ത് വീടില്ലാത്തവർക്ക് ഒരു പുനരധിവാസ പദ്ധതി. അപ്പം അന്നിരുന്ന ആൾക്കാർ, ഉപദേശകര്, ഇങ്ങനെ കൺസൾട്ടേറ്റീവ് ബോഡി ഉണ്ടാവുമല്ല, അത് പറഞ്ഞ് ഇവരുടെ പേരിലേക്ക് കൊടുത്താൽ ഇവർ വിറ്റുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ആരുടെയും പേര് കൊടുത്തില്ല. കാരണം വീടില്ലാത്തത് കൊണ്ട് അവർക്ക് വീട് സ്ഥലവുമായി, പക്ഷെ അവരുടെ പേര് കൊടുത്തില്ല. കാര്യം അവർക്ക് ഗവൺമെൻറ് ആനുകൂല്യങ്ങളൊന്നും കിട്ടണില്ല. കാരണം വീട് സ്ഥലം അവരുടെ പേരിലല്ലല്ലോ. അപ്പോൾ അവരുടെ സെപ്റ്റി ടാങ്ക് പോലും നന്നാക്കാനുള്ള വല്ല പ്രോജക്റ്റൊക്കെ വന്നാലും പഞ്ചായത്തിൽ നിന്ന് തള്ളിപ്പോവും. വീട് അവരുടെ പേരിലല്ലെന്ന് പറയും. കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ ഈ നിയമം എടുത്ത് അവരെ ഒഴിവാക്കണമെന്നാണ് കാണുന്നത്. കാര്യം അവർ പലരും ആ നാട്ടുകാരല്ലല്ലോ, പുറത്തുനിന്ന് വന്ന് താമസിക്കുന്നവരാണ്. അപ്പം അങ്ങനെ ഒരു വിഷയമാണ്. അപ്പം ഇവർക്ക് കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല, കൊടുക്കാനും പറ്റത്തില്ല. അങ്ങനെ ഈ 16 കൊല്ലം ഒരു കീറാമുട്ടി പോലെ കിടക്കേണ്ട സംഭവം. എനിക്ക് തോന്നിയത്, അപ്പം അന്ന് ഈ സാഹിത്യ അക്കാഡമിയിലൊക്കെ പഠിക്കണ കാലമാണ്. ഗവൺമെൻറ് എനിക്ക് സീനിയർ ഫെലോഷിപ്പ് തന്നിട്ട് അതിൻ്റെ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി കേരള സാഹിത്യ അക്കാഡമി പഠിക്കുകയാണ്. അപ്പം അമ്പലപ്പുഴയിൽ നിന്ന് പോയി വരാൻ എളുപ്പമായിരുന്നു. അപ്പം ഞാൻ പോകുമ്പോഴൊക്കെ പള്ളി അടച്ചിട്ടേക്കും മാതാവ് അൽത്താരയിലാണ് ഇരിക്കുന്നത്. അൽത്താരയിൽ നിന്ന് നമുക്ക് നോക്കി കുറേ ദൂരമുണ്ട്. അത് കാരണം ഞാൻ എന്നാ വെച്ചാൽ, എനിക്ക് പോകുമ്പോൾ അമ്മയോട് സംസാരിച്ചിട്ട് പോകാൻ വേണ്ടി ഞാൻ അവിടെ പള്ളിയുടെ അകത്ത് തന്നെ, നമ്മൾ ആനവാടിക്ക് തന്നെ അകത്ത്, പള്ളിയുടെ അകത്ത് തന്നെ ഒരു ടേബിൾ ഇട്ടിട്ട് മാതാവിന് രൂപം കൊണ്ട് അവിടെ വെച്ചിരിക്കുകയാണ് അൽത്താരയെന്ന്.
നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അതിൻ്റെ ഭാഷ, അതിൻ്റെ ഭക്തിയുടെ ദൈവസ്നേഹത്തിൻ്റെ ഭാഷയെല്ലാം ദൈവം വളരെ റെവറൻസോടെയാണ് എടുക്കുന്നത് ശരിക്കും. എന്നുവെച്ചാൽ മാതാവിനെ ഞാൻ കാണുന്നു, ഞാൻ രാത്രിയാണത് വരുന്നുണ്ടെങ്കിൽ രാത്രി അമ്മയടുത്ത് വന്ന് നിൽക്കുന്നു, അന്നത്തെ കാര്യം പറയുന്നു, നന്ദി പറയുന്നു, പോയി കിടന്നുറങ്ങുന്നു. രാവിലെ എവിടെയെങ്കിലും അത് രാവിലെ വർക്കുണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ മാതാവിൻ്റെ അടുത്ത് പോയി. ഒരു ദിവസം ഞാൻ കൊടിമരത്തിന്മേൽ ഇങ്ങനെ ഇരുന്ന് കൊന്തേരിയപ്പോൾ മാതാവിൻ്റെ പള്ളിയുടെ വാക്കിലെ കൊടിമരത്തിന് മാതാവിനെ നോക്കിക്കൊണ്ട് അവിടെ മാതാവ് ഇരിപ്പുണ്ടല്ലോ, ജെല്ല് തുറന്ന് കിടക്കുകയാണ്. കൊന്ത എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഈ കോളനിക്കാരുടെ കാര്യത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. 10:1 വസന്തവൃഷ്ടിയുടെ കാലത്ത് കർത്താവിനോട് മഴ ചോദിക്കുവിൻ. മഴക്കാർ അയക്കുന്നതും മഴ പെയ്യിച്ച് എല്ലാവർക്കും വേണ്ടി വയലിനെ ഹരിതപൂർണമാക്കുന്നതും കർത്താവാണ്. 11 കാലവർഷം സമാധാനം ഉണ്ടാകുന്ന കേസ് അല്ലത്. പക്ഷെ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ കാരണം, ഞാൻ പ്രാർത്ഥിക്കാൻ മാത്രമല്ല ഞാൻ ചെയ്തത് ഞാൻ ആ കൊടിമരത്തിൽ നിന്ന് ഒരു കൊന്ത ചൊല്ലി ഒരു 4 രഹസ്യം കഴിയുമ്പോൾ അവസാനത്തെ 10 രഹസ്യമുണ്ട്. 10 എന്ന് പറഞ്ഞ പറയില്ല, 5-ാം രഹസ്യം. 5-ാം രഹസ്യത്തിന് ഞാൻ മാതാവിൻ്റെ അടുത്ത് മുട്ടിലിഴഞ്ഞു ചെല്ലും. ഞാനങ്ങനെ എത്ര കാലം എഴുഞ്ഞ് ചെന്നിട്ടെന്ന് അറിയത്തില്ല. കുറേ നാളൊക്കെ എഴുഞ്ഞ് ചെല്ലുണ്ട്. 2 കൊല്ലമെങ്കിലും അങ്ങനെ എഴുഞ്ഞ് ചെന്ന് കാണും. 2ാമത്തെ കൊല്ലം ഒരു ദിവസം ബിഷപ്പിനെ വിളിച്ച് പറഞ്ഞ് പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ ഒരു ആധാരം എടുത്തുകാരൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എന്നോട് ശിവൻപിത പറഞ്ഞ്, ഇത് ഉണ്ണിയാണ്, ഇയാൾക്ക് ആ ജനങ്ങൾക്ക് നിയമപരമായിട്ട് തന്നെ എന്ന സ്ഥലം അവർ വിട്ടുകൊണ്ട് പോകാത്ത രീതിയിൽ ക്ലോസ് വെച്ച് എഴുതാൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെ പിതാവും ഞാനും കൂടി ഇയാളെ കൊണ്ട് അത് പറയിപ്പിച്ച് നോക്കി. അയാൾ എഫിഷ്യൻ്റ് ആധാരം എഴുത്തുകാരനാണ്. അപ്പോൾ അത് നോക്കിയപ്പോൾ അവർക്ക് വിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ അവരുടെ പേരില്ല, സ്ഥലവും വീടും അവരുടെ പേരില്ല. അവർ പണം മുടക്കി അവരുടെ പേരിലാക്കുകയാണ്. അവർക്ക് വിൽക്കാൻ പറ്റില്ല. അത് നല്ല ക്ലോസാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചില്ലേ, ഈ എല്ലാത്തിനും പോംവഴികളുണ്ട്. ശരിക്കും എല്ലാത്തിനും പോംവഴികളുണ്ട്. ഒരു വിദ്യൻ 2 ആഴ്ച കൊണ്ട് ആ പറമ്പുകളെല്ലാം അവരുടെ പേരിലാക്കി കൊടുത്തു. 2 ആഴ്ച കൊണ്ട്. അതായത് വഴി, ഞാൻ അതിന് മനസ്സിലാക്കിയത്, വഴിയില്ലാത്ത ഒരു കാര്യമില്ല. പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളേത് സീരിയസ് ആണ് ഈ വിഷയത്തിലെന്ന് ദൈവത്തിന് തോന്നണം. അല്ലാതെ ഒരു ചുമ്മാ ഈ ഒരു കാട്ടിക്കൂട്ടി ഇങ്ങനെ ഒപ്പിച്ചുണ്ടാക്കുന്ന രീതിയിലുള്ള തൊട്ടുകൂട്ടി പ്രാർത്ഥനകളില്ലേ, ഈ തൊട്ടുകൂട്ടി പ്രാർത്ഥനകളൊന്നും നമ്മുടെ യഥാർത്ഥ അതൊന്നും രജിസ്റ്റർ പോലും ആകത്തില്ല. ദൈവത്തിൻ്റെ മനസ്സിൽ രജിസ്റ്റർ ആകത്തില്ല ശരിക്കും. ഇത് തന്നെ ഒരു ചേട്ടത്തി സാക്ഷ്യം പറഞ്ഞപ്പോൾ അവർ പറയണത്, ഇന്നലെ സാക്ഷ്യം പറഞ്ഞപ്പോൾ, ഞാനിതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. ഞാൻ എന്താണ് പറയണമെന്ന് അവർക്ക് സാക്ഷ്യം പറയണേ. ഞാനിതൊക്കെ ചെയ്യുമ്പോഴും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി പ്രകാരം ചെയ്യണ കാര്യങ്ങളിലും അവർക്ക് അതിൻ്റെ അകത്ത് വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് ഇപ്പോൾ സാധാരണ പ്രാർത്ഥനക്കാരെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം ഇതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം അംഗീകരിക്കാൻ വേണ്ടി മാത്രം സത്യസന്ധവും അർപ്പണ മനോഭാവം ഉണ്ടാകണം. എന്നാൽ പിന്നെ ഏത് ഊരാക്കുടുക്കാണെങ്കിലും മാതാവ് അഴിച്ച് കയ്യിൽ തരും.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. എല്ലാ വർത്തമാനങ്ങളും കൊച്ചു പറയുന്നുണ്ട്. ഇപ്പം അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ആദ്യമായി തന്നെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിൽക്കാൻ സഹായിച്ച പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും ഞാൻ നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2022 ജനുവരി 15 ആയിരുന്നു. അത് ഞാനൊരു ഹോസ്റ്റലിൽ നിൽപ്പുണ്ടായിരുന്നു 6 മാസം. അവിടുത്തെ ആൻറ്റി അങ്കിളുമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അന്ന് ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. പക്ഷേ അത്രയ്ക്കൊന്നും ഞാൻ പ്രാർത്ഥിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 2-3 മാസം അത്രയുമേ തിരി കത്തിച്ച് പ്രാർത്ഥിച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോഴും ഞാനൊരു BSc നേഴ്സാണ്. പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുവൈറ്റ് പ്രോസസ്സിങ്ങിന് ഒരു ഏജൻസിയുമായിട്ട് ഇതായി, അങ്ങനെ പൈസയൊക്കെ കൊടുത്ത് അങ്ങനെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അങ്ങനെ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ അവർ സർട്ടിഫിക്കറ്റ് റിട്ടേൺ ചെയ്തു. അവിടെ എന്തോ പ്രശ്നമുണ്ടെന്നും പറഞ്ഞിട്ട്. പിന്നീട് എൻ്റെ ജീവിതം എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനാ ജീവിതം ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിലൂടെയായിരുന്നു ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് 2023 വീണ്ടും സൗദിയിലേക്ക് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഫെബ്രുവരി 11 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പാസ്സായി. പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു. ഒരു 4 മാസം ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു. ജൂലൈ 10 എക്സാം എഴുതി. ഓഗസ്റ്റിൽ റിസൾട്ട് വന്നു. ഫെയിലായി. അപ്പോഴും സങ്കടം ഉണ്ടായിരുന്നു വെച്ചാൽ ഉണ്ടായിരുന്നു. എന്നാലും പ്രാർത്ഥനാ ജീവിതത്തിൽ കൂടുതൽ പ്രാധാന്യമൊന്നും കൊടുത്തുകൊണ്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് സെപ്റ്റംബറിൽ വീണ്ടും ഇടയ്ക്ക് ഞാൻ ആൻറ്റീനെ അങ്കിളിനെ വിളിക്കുകയുണ്ടായിരുന്നു. വിഷമങ്ങളൊക്കെ പറയുമായിരുന്നു. അങ്ങനെ സെപ്റ്റംബറിൽ വീണ്ടും ആൻറ്റീനെ അങ്കിളിൻ്റെ അടുത്ത് ചെന്നു. അങ്കിള് വന്ന് ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ തന്ന് പ്രാർത്ഥിച്ചു വിട്ടു. അന്ന് എനിക്കൊരു ജപമാല തന്നു. അന്ന് സെപ്റ്റംബറിൽ തുടങ്ങിയ ആ പ്രാർത്ഥനാ ജീവിതം എൻ്റെ ജീവിതം ആകെ മാറ്റിമറിച്ചു. എൻ്റെ ആത്മീയ ജീവിതം കൂടുതൽ വളരുവാൻ സാധിച്ചു. പണ്ടൊക്കെ ഞാനൊരു കത്തോലിക്ക വിശ്വാസിയാണ്. കല്യാണം കഴിച്ചത് CSIയിലാണ്. അപ്പോഴും മാതാവിനോട് ഭയങ്കര ഭക്തിയായിരുന്നു ഞാൻ. വീണ്ടും എൻ്റെ പോയ പ്രാർത്ഥനാ ജീവിതം തിരികെ വന്നു. ഒരു സ്വിച്ചിട്ടെന്ന പോലെ പെട്ടെന്ന് ആത്മീയതയായിട്ട് കൂടുതൽ വളരുവാൻ സാധിച്ചു. രാവിലെയും വൈകിട്ടും ഒക്കെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കും. ഈ 2022 ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഈ ഫോണിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുമായിരുന്നു. അപ്പോഴൊക്കെ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോയിട്ട് മറ്റ് വീഡിയോസൊക്കെ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. പിന്നീട് അച്ഛൻ്റെ ധ്യാനമൊക്കെ ഒരു നിമിഷം പോലും എനിക്ക് എപ്പോൾ സമയം കിട്ടുന്നോ അപ്പോഴൊക്കെ ഞാൻ കാണാൻ തുടങ്ങി. സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അന്ന് തുടങ്ങിയ ജപമാല പ്രാർത്ഥനാ ജീവിതം ഇന്നും ഞാൻ മുടക്കിയിട്ടില്ല. ഇനി അങ്ങോട്ടും മുടക്കുകയുമില്ല. അങ്ങനെ ഡിസംബർ 13 ഇവിടെ വന്ന് വീണ്ടും ഇവിടെ വരുവാനിടയായി. ഉടമ്പടി എടുത്തു. ഉടമ്പടി പുതുക്കി. അതിനു മുമ്പ് നവംബർ ഉടമ്പടി പുതുക്കി. ഡിസംബർ 13 ഉടമ്പടി എടുത്തിട്ട് പോയി. 14 എൻ്റെ വിസ വന്നു. വിസ വന്നു കഴിഞ്ഞ് വീണ്ടും പിന്നെ പ്രാർത്ഥനാ ജീവിതം മുമ്പോട്ട് പോയി. അത് കഴിഞ്ഞ് ഈ ജനുവരി 15 എൻ്റെ ടിക്കറ്റ് വന്നു. ഞാൻ സൗദിയിൽ വീണ്ടും ഈ ജനുവരി 23 പോവുകയാണ്. അതുപോലെ തന്നെ അന്ന് ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അമ്മയും എൻ്റെ ഹസ്ബൻഡും കുഞ്ഞും ഞങ്ങൾ ഒന്നിച്ചിരുന്നാണ് പ്രാർത്ഥന ചൊല്ലുന്നത്. എൻ്റെ കൂടെ അമ്മ വന്ന് അമ്മയും ഉടമ്പടി എടുത്തു. അന്ന് മുതൽ അമ്മയും ജപമാല ചൊല്ലാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അമ്മയുടെ പ്രാർത്ഥനാ ജീവിതം ഉണർന്നു. അങ്ങനെ അതുപോലെ ഇവിടുന്ന് വന്ന പത്രമൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു. അക്രൈസ്തവർക്ക് കൊടുക്കുമായിരുന്നു. ആശുപത്രികളിൽ കൊടുക്കുമായിരുന്നു. ഉടമ്പടി തൈലം ഉപയോഗിക്കുമായിരുന്നു. മോൾക്ക് പനിയൊക്കെ വരുമ്പം തൈലമൊക്കെ ഉപ്പൊക്കെ കൊടുക്കുമായിരുന്നു. അങ്ങനെ പനിയൊക്കെ കുറഞ്ഞ്. ഇത്രയും സഹായിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ജോസ്ഫീന. ഞാൻ കോയമ്പത്തൂരിലിരുന്ന് വന്നിരിക്കുകയാണ്. കോയമ്പത്തൂർ വേളാങ്കണ്ണി മാതാ ഇടവകയിലുള്ളതാണ്. ഞാൻ നവംബർ 28 2022 ആദ്യം ഉടമ്പടി എടുക്കുന്നത്. ഇത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ആദ്യത്തെ സാക്ഷ്യം ഞാൻ മാർച്ചിൽ പറഞ്ഞായിരുന്നു. ഇപ്പോൾ രണ്ടാമത് സാക്ഷ്യം പറയാനായിട്ട് ദൈവമാതാവും ഈശോ അപ്പച്ചനും എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഈ പുണ്യഭൂമിയിൽ നിർത്തിയതിന് ദൈവത്തിന് 1000 നന്ദി ആദ്യം തന്നെ അർപ്പിച്ചുകൊള്ളട്ടെ. ഞാൻ രണ്ടാമത് പുതുക്കാൻ വന്നപ്പോൾ നിയോഗമായിട്ട് വെച്ചതിൽ ആദ്യത്തെ കാര്യം, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കുട്ടി കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. അവർ
ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരുന്നിട്ടില്ല. എല്ലാ വകയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും അവർക്കൊരു കുഞ്ഞിനെ ലഭിച്ചില്ല. ഡോക്ടർമാർ പറഞ്ഞു ഇനി നിങ്ങൾ അഡോപ്റ്റ് ചെയ്തെടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടി ഉണ്ടാകാൻ 2 പേർക്കും സാധ്യതയില്ല എന്ന് പറഞ്ഞു. ആ സമയത്താണ് ഞാൻ ആ കുട്ടീനെ പരിചയപ്പെടുന്നത്. ഞാൻ അപ്പം തന്നെ ആ കുട്ടിക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്രാർത്ഥന ബുക്കും പിന്നെ എണ്ണ വയറ്റിലിട്ട് ഉടമ്പടി തൈലം വയറ്റിലിട്ട് പ്രാർത്ഥന വിശ്വാസ പ്രമാണം ചൊല്ലുകയും ഉപ്പ് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ദിവസം രാവിലെ വെള്ളത്തിലിട്ട് കുടിക്കുക